അലോപ്പതി മരുന്ന് ഇന്ന് ഇന്ത്യയിൽ 2 മാസം നിരോധിക്കാമെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ 2 മാസം കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ആരോഗ്യമുള്ളവർ മുഴുവൻ ഇന്ത്യയിൽ മാത്രം നിരോധിക്കുകയാണെങ്കിൽ ഏറ്റവും ആരോഗ്യമുള്ളവർ ഇന്ത്യയിലായിരിക്കും. കാരണം എന്താ അറിയാമോ? ഇത് നിരോധിച്ച് കഴിഞ്ഞാൽ ഷുഗറുള്ളവർ മരിച്ചു, കിഡ്നി ഫെയിലുള്ളവർ മരിച്ചു, ഹാർട്ട്നെസ് ഉള്ളവർ മരിച്ചു. ഇവരെല്ലാവരും 2 മാസം കൊണ്ട് മരിച്ചു പോയിട്ട് ബാക്കിയുള്ളവർ ആരായിരിക്കും? ഏറ്റവും ആരോഗ്യമുള്ളവരായിരിക്കും. അപ്പൊ ആൾക്കാർ ഈ ജീവിക്കുന്നത് ഈ മരുന്നുകളെ കൊണ്ടാണ്. സർവൈവലിന് വലിയ ഫാക്ടറാണ്. പക്ഷേ ചീത്ത മുഴുവൻ കേൾക്കുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിന് മഞ്ഞപ്പിത്തം വന്നു, നമ്മൾ ചികിത്സിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സിറോസിസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റോറിനൽ ഫെയിലിയറാണ്. ലിവർ ഫെയിലിയർ ആകുമ്പോൾ കിഡ്നി ഫെയിലിയർ ആകും. പേഷ്യൻ്റ് മരിക്കുന്ന ഹെപ്പറ്റോറിനൽ സിൻഡ്രോം ആയിട്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ പ്രശ്നമല്ല, ഓൾറെഡി സിറോസിസ് ഉണ്ട്, അതിനുള്ള റീനൽ ഫെയിലിയർ ആണ്. അപ്പം ഈ പക്ഷേ പ്രഥമദൃഷ്ടി രോഗിയുടെ ആൾക്കാർ നോക്കുമ്പോൾ എന്താണ്, എൻ്റെ കിഡ്നി ഫെയിലിയർ ആയിപ്പോയി. കിഡ്നി ഫെയിലിയർ ആയിപ്പോയി നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ പ്രശ്നമല്ല, ലിവറിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ആ ലിവർ നോർമലായിരുന്നെങ്കിൽ ഇവ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഓരോ ഇപ്പോൾ വേറെ എന്തെങ്കിലും കാരണം വേറെ അവയവം അടിച്ചു ഡയബറ്റീസ് വരും. ഡയബറ്റീസ് വരുന്ന ഒരു പ്രത്യേക മരുന്നുകളും അതായത് ലിവറിനെ സംബന്ധിച്ച് ഐ ഹവ് നോട്ട് കം അക്രോസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നതാണ്. ഞാൻ ആൾട്ടർനേറ്റ് മെഡിസിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻ വരില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല അല്ല, ജനറലി ആൾക്കാർ പേഷ്യൻസും അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് സാറേ ഡയബറ്റീസിന് ഷുഗറിന് മരുന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരില്ല. ഇതെന്നോട് എല്ലാ ഞാൻ വളരെ സിമ്പിളായിട്ട് അവരോട് ചോദിച്ചു, ഞാനിപ്പോൾ നിങ്ങളോട് ഷുഗറാണെന്ന് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് അടുത്ത 6 മാസത്തിൽ നിങ്ങൾക്ക് 10% വെയിറ്റ് ലോസ് ചെയ്യണം, അതിൻ്റെ അടുത്ത മാസം നിങ്ങൾക്ക് അനദർ 15% വെയിറ്റ് ലോസ് ചെയ്യണം. നിങ്ങളത് ചെയ്യൂ, നിങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കേണ്ടി വരില്ല. അതാർക്കും പറ്റില്ല. അത് മേലാണെങ്കിട്ട് ഒരു പരിപാടിയും ആൾക്കാർക്ക് ഇഷ്ടമില്ല. മരുന്ന് കഴിക്കുമ്പോൾ അപ്പം ഷുഗർ ഉള്ളിടത്തോളം കാലം മരുന്ന് കഴിക്കണം. അവൻ ഒബീസാണെങ്കിൽ അവൻ വെയിറ്റ് ലോസ് ചെയ്ത് അവൻ്റെ ശരീരത്തിലെ എക്സസ് ഫാറ്റ് ബേൺ ചെയ്ത് കഴിഞ്ഞ് അവൻ പ്രോട്ടീൻ ബിൽഡപ്പ് ചെയ്യാൻ മസിൽസ് ജിമ്മിൽ പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ എക്സസൈസും ഡയറ്റും ചെയ്ത് കഴിഞ്ഞാൽ അവന് ഓഫ് മെഡിസിൻ ആവാം. പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല, മരുന്നും കഴിക്കാൻ അതും പറ്റത്തില്ല. ഫാറ്റി ലിവർ ഇൻ ചിൽഡ്രൻ, കുട്ടികളിൽ ഫാറ്റി കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണ രീതി ഭയങ്കരമായിട്ട് വ്യത്യാസം വരികയാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ്. പണ്ടൊന്നും ചോക്ലേറ്റ് കിട്ടിയില്ലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ചോക്ലേറ്റ് അതിൻ്റെ വളരെ എന്തൊക്കെ സൈസ് മുട്ടായികൾ കിട്ടുള്ളൂ. ഇപ്പം പലതരത്തിലുള്ള മുട്ടായികൾ. അപ്പോൾ ചോക്ലേറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ ബർഗേഴ്സ്, പിന്നെ ഫ്രൈഡ് ചിക്കൻസ്. ഈ ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കില്ല. അമ്മയച്ഛനോ ചിക്കൻ ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടത് ഈ ഫ്രൈഡ് ചിക്കൻ. അതിന് കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ്റെ മേലത്തെ മുരുന്നുള്ള സാധനം എടുത്ത് മാറ്റിയിട്ട് ആ ചിക്കൻ മാത്രം കഴിച്ച് നോക്കിയാൽ കുട്ടികൾക്കത് ഇഷ്ടപ്പെടില്ല. അവർക്ക് ആ കവറിങ് കൂടെ വേണ്ടത്. അതിന് കാരണം എന്താ, ഹൈ കോൺ ഫ്ലോർ ഉണ്ട്, അതായത് കോൺ പൊടി, അതിൻ്റെ കോൺ ഓയിലുണ്ട്. ഇത് രണ്ടും ഭയങ്കര സ്റ്റിമുലൻ്റ് ആണ്. ബ്രെയിനിന് ഭയങ്കര റിവാർഡ് സെൻറ്റർ ഭയങ്കര സ്റ്റിമുലൻ്റ്. അതുകൊണ്ടാണ് അവരത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബർഗേഴ്സ് അത് കഴിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കളിക്കുന്ന ആ ഒരു ആസ്പെക്റ്റ് മാറി. ഇപ്പം ഒന്നിലും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ സ്പെസിഫൈഡ് ടൈമിൽ അവർ പോയി കളിക്കുന്നുള്ളൂ. പണ്ടത്തെ പോലെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഓടി കളിച്ചുകൊണ്ടിരിക്കില്ല. അവർക്ക് കളിക്കാൻ സ്ഥലമില്ല. ഒന്നാമത് അവർ സ്കൂൾ ടൈമിങ്ങിൽ ഭയങ്കര കാലത്ത് മുതൽ വൈകുന്നേരം ഉള്ള സ്കൂളിങ് കുറഞ്ഞു പോകും. ഇപ്പോൾ സിറ്റീസിലൊക്കെ പ്രത്യേകിച്ചും ഉച്ചവരെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും, അവർ കിടന്ന് ഉറങ്ങും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ കളിക്കാനുള്ളൊരു സ്ഥലമില്ല, ഫ്രണ്ട്സ് ഇല്ല, അങ്ങനത്തെ പ്രശ്നം. അപ്പോൾ അവർ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, അമേരിക്കയിലും വേൾഡ് ഓവർ പ്രശ്നമാണ്. ആ ഒബിസിറ്റി കൂടുന്നതനുസരിച്ച് അവർക്ക് ഫാറ്റി ലിവർ കൂടിക്കൊണ്ട് എൻസൈം ഓൾട്രേഷനുള്ള സിവിയർ എൻസൈം ഓൾട്രേഷനുള്ള ഗ്രേഡ് 3 ഫാറ്റി ലിവർ വരെ കുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഒബിസിറ്റി നോൺ വെജിറ്റേറിയൻസിന് മാത്രമല്ല, വെജിറ്റേറിയൻസിനും വരും. വെജിറ്റേറിയൻസ് മസാല ദോശ കഴിച്ചാലും കാലറീസ് ഒക്കെ കയറിയിട്ട് പ്രശ്നം വരും. അല്ലെങ്കിൽ ബർഗർ കഴിച്ചാൽ മാത്രമല്ല, മസാല ദോശ സ്ഥിരം കഴിച്ചാലും ഈ വയറിന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സ്ഥിരം കഴിച്ചാലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിന്റെ കേസ് പറയുമ്പോഴേ, മഞ്ഞപ്പിത്തം പറയുമ്പോൾ നമ്മൾ മിക്കവാറും ആളുകളിൽ കേൾക്കുന്ന കണ്ടുപിടിക്കാൻ വൈകിപ്പോയിട്ട് മരിച്ചുപോയി എന്നൊക്കെയാണ് കേൾക്കുക മഞ്ഞപ്പിത്തം വരുമ്പോൾ. അതെന്തുകൊണ്ടാണ്? അതായത് ഈ ജോണ്ടിസിന്റെ കേസിൽ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ വെറും സിംറ്റം മാത്രമാണ് മഞ്ഞപ്പിത്തം. സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഈ ബിലിറൂബിൻ്റെ അളവ് 2 മേലെ വരുമ്പോൾ നമ്മുടെ ബോഡി കണ്ണിൽ 10 മഞ്ഞ കളർ വരും. പിന്നെ മൂത്രത്തിന് കളർ വരും. 10 മേലെ കഴിഞ്ഞെങ്കിൽ ഇവൻ സ്കിന്നൊക്കെ യെല്ലോ കളറായി തുടങ്ങും, ബിലിറൂബിൻ കൂടുന്നതനുസരിച്ച്. അങ്ങനെയാണ് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിംറ്റമാണ്. മഞ്ഞപ്പിത്തത്തിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, ലിവർ എത്തനാലും ബ്ലഡ് ഉണ്ടല്ലോ, ബ്ലഡ് അലിഞ്ഞു പോകും. ഈമോലൈസിസ് എന്ന് പറയും. ബ്ലഡ് അലിയുന്ന പല കണ്ടീഷനുകളുണ്ട്. ഈമോലൈസ്, ഓട്ടോമ്യൂൺ തൊട്ടിട്ട് മരുന്നുകൾ, പല മരുന്നുകൾ, അങ്ങനെയൊക്കെ ഈമോലൈസ് വരുമ്പോൾ ഒരു മഞ്ഞപ്പിത്തം വരും. അതുകൂടാണ്ട് ലിവറിന് വേണ്ടിയിട്ട് ലിവർ ഹെപ്പറ്റൈറ്റിസ്, അത് വൈറസ് ഉണ്ട് കുറേ, ഹെപ്പറ്റൈറ്റിസ് A, B, പിന്നെ ഇതൊക്കെ മഞ്ഞപ്പിത്തമായിട്ടാണ് അധികം പെട്ടെന്ന് വരിക.
പിന്നെ ഇത് കൂടാണ്ട് വേറെ കുറേ വൈറസുകളുണ്ട് വരുത്താം. പിന്നെ ചില ഇൻഫെക്ഷൻ, സാധാരണ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോഡിയിൽ പല ഓർഗൻസിനെ ബാധിക്കില്ല. അതിന് ലിവറിനെ ബാധിച്ചാലും മഞ്ഞപ്പിത്തം വരാം. ഈ ഡെങ്കിപ്പനി, ലെപ്റ്റോസ്പൈറ, ഈ എലിപ്പനി എന്നൊക്കെ പറഞ്ഞൊക്കെ മഞ്ഞപ്പിത്തമായിട്ട് വരാം. അതുകൂടാണ്ട് പല മരുന്നുകൾ ഇപ്പോൾ അത് മോഡേൺ മെഡിസിൻ മരുന്നും ആയുർവേദിക് മരുന്നും ഇതൊക്കെ ലിവറിനെ ബാധിച്ചിട്ട് ലിവർ ഫെയിലാകുമ്പോൾ മഞ്ഞപ്പിത്തം വരാം. പിന്നെ കുറേ ഈ ടോക്സിൻസ്, ഞാൻ പറഞ്ഞു ചില ഇതൊക്കെ മഷ്റൂംസ് എന്നൊക്കെ കിട്ടുന്ന ചില ടോക്സിൻസ് ഉണ്ട്, അഫ്ലടോക്സിൻ, അത് കഴിച്ചാൽ ലിവർ പോവും, മഞ്ഞപ്പിത്തമായിട്ട് ഇത് ചെയ്യുക. പിന്നെ ഇപ്പോൾ പനികൾ ഈ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരാം. മെഡിസിൻ, ഡ്രഗ്സ്, പിന്നെ ആൽക്കഹോൾ നന്നായിട്ട് ഭയങ്കര ബിഞ്ച് ഡ്രിങ്ക് അടിച്ചാൽ ഇപ്പോൾ ആൽക്കോളിക് സിറോസ് അല്ലാണ്ട് ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസ് എന്നിട്ട് ഭയങ്കര മഞ്ഞപ്പിത്തമായിട്ട് ഇങ്ങനെ വരാം. ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസ് അതൊക്കെയാണ് മെയിൻലി ഇങ്ങനെ മഞ്ഞപ്പിത്തമായിട്ട് വരുന്നത്. കോസ് അനുസരിച്ചിരിക്കും ഡെത്ത്. എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് ഒരു ക്യാൻസർ ആണെന്ന് വിചാരിക്കാം. ഒരു ക്യാൻസർ ഞാൻ ലിവർ കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതായത് പ്രീ ലിവറിന് ഇത് ലിവർ കഴിഞ്ഞിട്ട് പോസ്റ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ എന്ന് പറഞ്ഞാൽ ബൈൽ പോണ വഴികളുണ്ടല്ലോ, ഈ ബൈൽ പോണത് ലിവർ ഉണ്ടായിട്ട് ലിവറിന് ബൈൽ പോകുന്ന വഴിയിൽ ബ്ലോക്കുകൾ വരാം. അതിൽ ഈ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോണുണ്ട് സ്റ്റക്ക് ആകുമ്പോൾ മഞ്ഞപ്പിത്തം വരാം. പിന്നെ ഇവിടെ ക്യാൻസർ വന്ന് ബ്ലോക്ക് ആകുമ്പോൾ മഞ്ഞപ്പിത്തം വരാം. പിന്നെ അവിടെ ചുരുങ്ങി പോകുന്ന പല കണ്ടീഷനുകൾ അതൊക്കെ വരുമ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ലിവറിന് മുമ്പുള്ള സ്റ്റേജ്, ലിവർ കഴിഞ്ഞിട്ടുള്ള പാർട്ട്, 3 ഏരിയയിൽ നമുക്ക് ബ്ലോക്സും ഇത് വന്ന പ്രശ്നങ്ങൾ വന്നാൽ മഞ്ഞപ്പിത്തം വരാം. ഈ പറഞ്ഞ പോലെ എന്തായിരിക്കും എൻ്റെ കാരണം, എന്തുകൊണ്ട് വന്നിട്ട് അതനുസരിച്ച് അയാളുടെ പ്രോഗ്നോസിസ്, അയാളുടെ റിക്കവറി അല്ലെങ്കിൽ എത്ര നാൾ ജീവിക്കുന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. കൊളാഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് പിത്തം പഴുക്കുന്നൊരവസ്ഥ. അത് പിത്തം പോവാതെ അടഞ്ഞ് മഞ്ഞപ്പിത്തം വന്ന് ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റുള്ള പേഷ്യൻ്റ് മരിക്കും. അതേസമയം ഒരു സഞ്ചിയിലെ കല്ല് പുറത്ത് ചാടിയിട്ട് വന്ന് തടസ്സം വരുത്തുന്നത് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് കുറേ നാളിരിക്കും. നമ്മൾ സ്ട്രിക്ചർ വന്ന കുറേ നാളിരിക്കും. അപ്പം മഞ്ഞപ്പിത്തം ഒരു അസുഖമേ അല്ല, അസുഖത്തിൻ്റെ ലക്ഷണമാണ്. പണ്ട് കാലത്ത് കണ്ടുപിടിക്കാൻ ഒരു നിർത്തിയില്ല. ഞാനൊക്കെ MS പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനാണ്. അതിന് മേലെ ഒന്നുമില്ല. അപ്പോൾ അന്ന് കാലത്ത് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്, അറിയില്ല. ഇപ്പം നമുക്ക് കൃത്യതയുണ്ട്, ഇത് ഇന്ന കാരണം കൊണ്ട് ജോണ്ടിസ്. അപ്പോൾ നമുക്കറിയാം ജോണ്ടിസ് ഈസ് നോട്ട് എ റീസൺ. അതിന് അണ്ടർലൈങ് ഒരു കോസ് ഉണ്ട്, ഒരു കാരണമുണ്ട്. അതാണ് ഡെത്തിന് കാരണം. മഞ്ഞപ്പിത്തം അല്ല ഡെത്തിന് കാരണം. ഇപ്പോൾ ലിവറിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴേ ഒരുപാട് ഓൾട്ടർനേറ്റ് മെഡിസിൻസിലേക്ക് ആളുകൾ പോകും. അതിന് ഒരുവിധം ആളുകൾ പറയുന്ന ഒരു റീസൺ എന്താ വെച്ചാൽ, ലിവറിന് നമ്മൾ അലോപ്പതിക്ക് പോയി കഴിഞ്ഞാൽ ലിവറിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ കുറയായിരിക്കും, പക്ഷെ മറ്റു പല ഭാഗങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയും. അതിന് മെയിനായിട്ട് പറയുന്നത് ഷുഗർ പറയും, ചിലപ്പോൾ കിഡ്നിക്ക് തകരാറ് വരും എന്നൊക്കെ പറയും. ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ആസ് ഡോക്ടേഴ്സ് സ്ഥിരം കേൾക്കാറുണ്ടോ? അതിന് എന്താ ഉത്തരം കൊടുക്കുക? അതുണ്ട്, പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അത് എല്ലാ ഡ്രഗ്സിനും ചെറിയ കോംപ്ലിക്കേഷൻ എല്ലാവരും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവല്ലോ, സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് യൂഷ്വലി അങ്ങനെ വരുന്നില്ല. അപൂർവമായിട്ട് വല്ല ആൾക്കാർക്ക് ഒരാൾക്കെല്ലാം ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേര് ചികിത്സിക്കും, ഒരാൾക്ക് ചിലപ്പോൾ വന്നു വരാം. അത് സെയിം സാധനം പച്ചമരുന്നിനുണ്ട്. ഇവിടെ ഡോക്ടർ അബി ഫിലിപ്പ് കുറേ അറിയാലോ, ലിവ് ഡോക്ടറുണ്ട്, പുള്ളിക്കാരൻ കുറേ പബ്ലിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഈ ഇൻഡിജിനസ് മെഡിസിൻ കഴിച്ചിട്ട് അതുകൊണ്ടാണ് ലിവർ കോംപ്ലിക്കേഷൻ കുറേ സാധനത്തിൽ പുള്ളി പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് ആ പച്ചമരുന്ന് കഴിച്ചാലും മോഡേൺ മെഡിസിൻ കഴിച്ചാലും പ്രശ്നങ്ങൾ വരാം. വരണമെന്നില്ല, അത് ഭയങ്കര അപൂർവമായിട്ടാണ് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുക കേട്ടോ. കുറെ പഠനങ്ങൾ കുറെ ഇത് എടുത്തിട്ട് നമ്മൾ മരുന്ന് മാർക്കറ്റിൽ. നമ്മളിപ്പോ ലിവർ ഡീടോക്സിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡ്രിങ്ക്സ് ഒക്കെ ആൾക്കാർ കുടിക്കുമല്ലോ. ഈ കുടിക്കുന്ന ഇപ്പിപ്പേപ്പിന്, അതായത് നേരത്തെ അത് ഭയങ്കര പ്രചാരത്തിലുണ്ടായിരുന്നു. ഇപ്പിപ്പേപ്പിന് ആൾക്കാർ പറഞ്ഞാൽ അതൊന്നും കുടിക്കില്ല, കിഡ്നി ലിവറും ഒക്കെ അടിച്ചു പോകും എന്ന് പറയും. ഇതുപോലെ ഡ്രിങ്കുകൾ, അതായത് ഇപ്പൊ ഈ ABC ജ്യൂസ് അല്ലെങ്കിൽ ചിയ സീഡ്സ് ഇട്ട് ജ്യൂസ്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പൊ ടേമറിക് ആൻഡ് ജിഞ്ചറിന്റെ ഷോട്ട്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ലിവറിന് ബുദ്ധിമുട്ട് വന്ന ആളുകളെ ഹാവ് യു കം അക്രോസ്? ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറാണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും വലിയ ഡീടോക്സിഫൈങ് ഓർഗൻ. നമ്മുടെ ബോഡിയിലത്തെ എന്ത് സാധനം വന്നാലും ഡീടോക്സിഫൈ ആണ് ലിവറാണ്. ഇപ്പോൾ ലിവറിന് എന്ത് കൊടുത്താലും ലിവറിന് അറിയില്ല എന്ത്. ഇപ്പോൾ ആൾക്കോൾ തന്നെ ചില ആൾക്കാർ പറയും ഞാൻ സിംഗിൾ മാൾട്ട് കൂടിയ ആൾക്കോളാണ് കഴിക്കുന്നത്, അതിന് എനിക്ക് ലിവറിന് അറിയില്ല ഇത് സിംഗിൾ മാൾട്ടാണോ ചാരായാണോ, ആൾക്കോളിനാണ് ചെല്ലുന്നത്. അതുപോലെ തന്നെ പല സാധനങ്ങൾ ഇപ്പോൾ ജിഞ്ചർ സോഡയാണോ മറ്റേ ABC ആണോ ഇതാണെന്ന് ലിവറിന് അറിയുന്നില്ല. ഇത് കെമിക്കൽസ് ആയിട്ടാണ് ലിവറിൽ വേണം. ലിവർ എന്തായാലും അത് ഡീടോക്സിഫൈ ചെയ്യും അവിടെ പോയിരുന്നെങ്കിൽ. അല്ലാണ്ട് അതൊക്കെ ഈ ഡീടോക്സിഫൈങ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞു തരുന്നത് വെറും തട്ടിപ്പാണ്. ലിവറിന് എന്ത് ഡീടോക്സിഫിക്കേഷൻ? അതാണ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ. ഇപ്പം ഈ സാധനം ഇല്ല, ലിവറിന് ഫെയിലിയർ വന്ന നിങ്ങൾ പേഷ്യൻ്റ് കണ്ട ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ്. അവൻ എവിടെ കിടക്കുന്ന അവനൊരു ഓർമ്മയില്ല. കാരണം ഈ ടോക്സിൻ മുഴുവൻ ബ്രെയിനിലേക്ക് കയറി പോവാണ്. അത് മുഴുവൻ ഫിൽട്ടർ ചെയ്യുന്ന ഓർഗനാണ്. അതിനെ പോയി നമ്മൾ ഡീടോക്സിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഓർഗൻ. അതതിന് ശരിക്കും മെറ്റബോളൈസ് ചെയ്ത് അതിനെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ലെങ്കിൽ അതെന്ത് പറ്റും? അത് ഫെയിലിയറിൽ പോകും. അതാണല്ലോ പോയിസൺ കഴിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മരിക്കുന്നത്? പോയിസൺ കുറേ മെറ്റബോളൈസ് ചെയ്യുന്നത് മോർഗൻ ഫോസ്ഫറസ് ഒക്കെ മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിലാണ്. ലിവറിനെ കൊണ്ട് അത് കൂട്ടി കൂടാകുമ്പോൾ ലിവർ ഫെയിലിയറിൽ പോകും, അതും മരിച്ചു. അപ്പോൾ ലിവറിനൊരു ഡീടോക്സിഫിക്കേഷൻ്റെ കാര്യമില്ല. അത് മൾട്ടിപ്ലൈയിങ് ഓർഗനാണ്, ഫാബുലസ് ഓർഗനാണ്. അപ്പോൾ അതിന് അതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല.
ഇല്ല ഇങ്ങനെ ഈ നമ്മൾ ഹെൽത്തി എന്ന് പറഞ്ഞ് കുടിക്കുന്ന സാധനങ്ങൾ കുടിച്ചിട്ടേ അങ്ങനെ അടുപ്പിച്ച് കുടിച്ച് ഏറ്റവും നല്ല ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ പച്ചവെള്ളമാണ്. ഓ തിളപ്പിച്ചാറ്റിയ വെള്ളം, ഒരു വെള്ളം നല്ലൊരു വാട്ടർ, ക്ലീൻ വാട്ടർ കുടിക്കുന്നതാണ് ഏറ്റവും നല്ല ഡീടോക്സിഫൈങ് ഏജന്റ്. നമ്മുടെ ബോഡിയിലേക്ക് എല്ലായിടത്തേക്കും മെറ്റബോളിസത്തിനൊക്കെ ആവശ്യമുള്ളത് വാട്ടറാണ്. അല്ലാണ്ട് വേറെ ഒന്നും നമ്മുടെ ബോഡിയിൽ തന്നെ 65% വാട്ടറാണ്. ഈ പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി എന്ന് പറയുക. അപ്പം എൻ്റെ അടുത്തേക്ക് ഒരു 56 വയസ്സായ ഒരു ലേഡി കൊണ്ടുവന്നു. അപ്പം ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഒപ്പീനിയൻ എടുക്കാൻ പറഞ്ഞു. ഞാനിരുന്ന് ഇതിൻ്റെ റിസൾട്ട്സും എല്ലാം നോക്കിയിട്ട് എനിക്ക് ഒരു ഗതിയും കിട്ടുന്നില്ല, ഇത് എന്തുകൊണ്ട് ഈ സിറോസിസ് വന്നു എന്നുള്ളത്. അതിനെ ചോദിച്ച് കുറേ നേരം, 1 മണിക്കൂറോളം ഞാൻ എൻ്റെ സമയം കളഞ്ഞത്. അവസാനം അത് പറഞ്ഞു, ഞാൻ ഡെയിലി പ്രഷറിന് ചെറിയൊരു ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, അതൊരു ഹെർബൽ മെഡിസിനാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ് 3 ആഴ്ച നിർത്തി നോക്കാൻ പറഞ്ഞു. ഡ്രമാറ്റിക് റെസ്പോൺസാണ്. ആ പേഷ്യൻറ്റിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വന്നതാണ്. പക്ഷെ അതെല്ലാ പേഷ്യൻറ്റും ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് വരില്ല. ചിലപ്പോൾ അതോട് മനസ്സിലായില്ലേ. ഇപ്പോൾ നമ്മൾ ഗിവിങ് എ ട്രയൽ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സും ഓക്കെ ആകുമ്പോൾ നമ്മൾ അത് നിർത്തി നോക്കാൻ പറയും. അങ്ങനെ ഒരു ആക്ഷൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ റിയാക്ഷൻ. ആ റിയാക്ഷൻ അലോപ്പതി ബുക്സിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ അഡ്വേഴ്സ് റിയാക്ഷൻ, നമ്മളൊരു ഹാം ഉണ്ടാക്കരുത് ഒരു പേഷ്യൻ്റ് എന്നുള്ളതുകൊണ്ട് ഫാർമക്കോളജി പാസ്സാവണമെങ്കിൽ ഒരു മരുന്ന് കൊടുത്താൽ അതിൻ്റെ കുഴപ്പങ്ങൾ മുഴുവൻ പറഞ്ഞാലേ ഞങ്ങൾ പാസ്സാക്കുള്ളൂ. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം എഴുതി. കാരണം ഈ കുഴപ്പങ്ങൾ അറിഞ്ഞാൽ ഇത് കൊടുക്കണേ തീരുമാനിക്കുള്ളൂ. ബാക്കി ടെക്സ്റ്റ് ബുക്സിൽ അത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതറിയാത്തതിൻ്റെ ജനങ്ങൾക്കറിയില്ല എന്തൊക്കെയാണ് മരുന്ന് കഴിച്ചാലത്തെ പ്രശ്നം. ഇപ്പം എല്ലാത്തിനും ഇപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്കായാലും ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്താണെങ്കിലും അതിനും സ്പെസിഫൈഡ് ടൈമൊക്കെ ഉണ്ട്. ഇത്ര കാലം ഇപ്പോൾ ത്രിഫല കടുക്ക നെല്ലിക്ക താന്നിക്കുക, ഈ സാധനം കഴിച്ചാൽ സ്റ്റിമുലൻ ലാക്സറ്റീവാണ്. അത് അനിയന്ത്രിതമായി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ അത് മെലനോസിസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ വരും. വൻകുടലിൽ കറുത്ത പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും. ഈ കുടൽ പ്രവർത്തിക്കാതാവും. തുടക്കത്തിലൊക്കെ ഭയങ്കര സുഖമായിരിക്കും, വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു മരുന്നാണ്. അപ്പോൾ അത് ഈ ആയുർവേദ ഫിസിഷ്യൻസിന് അറിയാം ഇത്ര നാളെ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യും, ഇത് ആയുർവേദ മരുന്നല്ലേ, പിന്നെ അവർ തന്നെ കഴിക്കും. അതും ഒരു വലിയ പ്രശ്നങ്ങളാണ്. അപ്പം എല്ലാ മെഡിസിനും ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായി. അത് നിങ്ങൾ ഡോക്ടർ പറയാണ്ട് എന്ത് സാധനം കഴിച്ചാലും അതുകൊണ്ട് പ്രശ്നം അല്ലേ. ഓക്കെ, കമ്മിങ് ടു ദി എൻഡ് ഓഫ് അവർ പോഡ്കാസ്റ്റ്. നിങ്ങൾ ലിവറിന് വേണ്ടി ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞു, ഒന്ന് ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് ഒരു ബാലൻസ്ഡ് മീൽ കഴിക്കുക, പിന്നെ ഒന്ന് മൊബിലിറ്റി, വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതല്ലാണ്ട് ഒരു ടോപ്പ് 3 ശീലങ്ങൾ ഫോർ യുവർ ഹെൽത്ത്, ലിവർ അല്ലെങ്കിൽ ലിവർ ഹെൽത്ത് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയാം? ആൽക്കഹോൾ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആൽക്കഹോൾ. പിന്നെ സ്ലീപ്പ് ഒരു 7 hours ആവറേജ് സ്ലീപ്പ് കിട്ടണം നമുക്ക്. സ്ലീപ്പിൻ്റെ സമയത്ത് നല്ല റിക്കവറി, ബോഡി മുഴുവൻ റിക്കവറി, ഇവൻ ലിവർ ആയാലും എന്ത് സാധനം റിക്കവറി ആണെങ്കിൽ കിട്ടും ഗുഡ് സ്ലീപ്പ്. പിന്നെ റെഗുലർ മോർണിംഗ് അല്ലെങ്കിൽ എക്സസൈസ്. പിന്നെ അഡിക്കേറ്റ് വെള്ളം കുടിക്കുക, ഹൈഡ്രേഷൻ പ്രോപ്പർ. തിളപ്പിച്ചായിട്ടും ഫിൽറ്റർ ചെയ്ത വെള്ളമായാലും, തിളപ്പിച്ചാണ് നന്നായി ഫിൽറ്റർ ചെയ്ത വെള്ളമായാലും, നന്നായി ഫിൽറ്റർ ചെയ്ത വെള്ളമായാലും അതൊരു 2 to 3 liters പെർ ഡേ നോർമൽ അസുഖമില്ലാത്ത ആൾ കുടിക്കണം. അതിപ്പോൾ ഏത് അവയവത്തിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചാലും ഞങ്ങൾക്ക് പറയാൻ ആൻസറുകൾ ഉണ്ടാവും. പക്ഷെ ലിവറിന് ആൻസർ കാര്യമായിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമില്ല, ലിവർ വളരെ നല്ലൊരു അവയവമാണ്. നമ്മളതിനെ ഉപദ്രവിക്കാത്തോടത്തോളം അത് തിരിച്ചു വർത്താനം പറയുമ്പോൾ കേട്ടിട്ടുണ്ടോ സാർ? പ്രണയിക്കുന്ന ഭാര്യനെ പറ്റി ഇങ്ങനെ പറയാറുണ്ടോ? ലിവറിനെ പറ്റി അല്ലെന്ന് പറയുന്നത് കണ്ണിലേക്ക് ഒരു തിളക്കേ സാർ ബ്ലഷ് ചെയ്യണു. റീസൺ ഈസ് വെരി സിമ്പിൾ. അല്ല, ലിവർ റീജനറേറ്റ് ചെയ്യുമല്ലോ. അല്ല സാർ, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഗാസ്ട്രോസിനോട് സംസാരിച്ചു, ആരും ലിവറിനെ പറ്റി ഇത്ര സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ സർജൻസ് അല്ലേ, നമ്മൾ പകുതി മുറിച്ച് വെച്ചൊന്നും വിചാരിക്കുക. 3 ആഴ്ച 3 മാസം കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആഹാ നല്ല വലുപ്പത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അത് ഹാപ്പിനെസ് ആണത്. ബിക്കോസ് ഇറ്റ് ഈസ് റീജനറേറ്റഡ് ടു ദി ഒറിജിനൽ വോളിയം. വേറൊരു അവയവത്തിന് അത് പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഇപ്പോൾ ആൽക്കഹോൾ കൊടുക്കുമ്പോൾ അതിന് ഉപദ്രവമാണ്, ഹൈ ഫാറ്റ് അതിന് ഉപദ്രവം. ഇത് രണ്ടും ഇല്ലെങ്കിലോ ചെറിയ എക്സസൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലിവർ കൊണ്ട് പ്രശ്നം വന്നിട്ട് ആർക്കും. പിന്നെ ബേസിക് സാധനങ്ങൾ കൊടുത്താൽ മതി എന്നല്ലേ. ഹാർട്ടൊക്കെ അങ്ങനെയല്ലല്ലോ, പ്രഷർ കൺട്രോൾ ചെയ്യണം, ഷുഗർ കൺട്രോൾ ചെയ്യണം. അതൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാവില്ല ലിവറിന്. ഷുഗർ പ്രഷർ ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. അത് പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു. ഇപ്പം കിഡ്നി ആണെങ്കിലും നമ്മൾ ഡയബറ്റീസ് വന്ന ബുദ്ധിമുട്ടാണ്, അങ്ങനെ പലതും വന്നത്. ഇതിനങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖങ്ങൾ വളരെ കുറവാണ്. നമ്മളൊരു ബേസിക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാണ്ട് ഓടിക്കോളും. വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അല്ലെ, എല്ലാം സഹിക്കുന്ന സർവം സഹായ. ഈ ഒരു ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം കൂടെ ചെയ്യട്ടെ സാർ. ഇത്ര ഇമോഷണൽ ആയിട്ടും ഇത്ര കാര്യമായിട്ട് ലിവറിനെ പറ്റി സംസാരിച്ചോണ്ടാ ഈ കരിയറിൽ ഞാൻ ഇനി ഇങ്ങനെ ഒരു കേസ് മറക്കില്ല എന്ന് ഒരു കേസിനെ പറ്റി ചോദിച്ചാൽ ഏത് കേസാണ് പറയാ? എൻ്റെ ലൈഫിൽ അല്ലേ, അത് ലിവറിൽ ഞാൻ പറയുകയാണെങ്കിൽ ബുട്ട്കിയാരി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ലിവറിന് വളരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച അവസ്ഥയിലൊന്നാണ്. അന്ന് 42 യൂണിറ്റ് ബ്ലഡ് കൊടുത്തിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അത് ഇത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഒരു കൂനം ഓപ്പുണ്ട്, ബ്ലഡ് സോക്ക് ചെയ്ത്. അത് അത്രയും ഡിഫിക്കൽട്ട് ട്രാൻസ്പ്ലാന്റ്. 5 പേര് നിന്നിട്ട് ഈ സാധനം എക്സ്പ്ലാന്റ് ചെയ്യുന്നത്. ലിവർ എടുക്കാനാണ് പാട്. പക്ഷെ ആ പേഷ്യൻ്റ് ഉണ്ടല്ലോ, ഇത് എത്ര കാലം മുമ്പ്? ഇത് 2017. ആ പേഷ്യൻറ്റ് അത് കഴിഞ്ഞ് ഒരു
3 മാസം കഴിഞ്ഞ് ഈ പേഷ്യൻറ്റിനെ കണ്ടാൽ മനസ്സിലാവില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു അവസ്ഥയാണ്. പേഷ്യൻ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട്, പേഷ്യൻ്റ് മനസ്സിലായിട്ടില്ല ഇത്ര, അത് വേറെ കാര്യം, ബുദ്ധിമുട്ട്. പക്ഷെ അതൊരു ലിവറിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു. എത്ര പ്രായമുള്ള പേഷ്യൻ്റ്? അത് ഹി വാസ് അറൗണ്ട് ഐ തിങ്ക് 29 or 30. ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെയാണ്? ഹീസ് കംപ്ലീറ്റ്ലി. ഞാൻ ഡൽഹിയിൽ ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ട്രെയിനിങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ്സ് വെരി ചാലഞ്ചിങ് ടാസ്ക്. ഏറ്റവും ഡിഫിക്കൽട്ട് ട്രാൻസ്പ്ലാന്റിൽ ഒന്നാണത്. പിന്നെ കുട്ടികളുടെ ട്രാൻസ്പ്ലാന്റ് ഇതുപോലെ തന്നെ ഭയങ്കര മാവലസ് ആണ്. അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് പെട്ടെന്ന് അവരങ്ങ് ഗ്രോ ചെയ്യും. പക്ഷെ ഇത് അതിലും രണ്ടും ചാലഞ്ചിങ് ആണ് അതിൽ. പക്ഷേ മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു എക്സ്പ്ലാന്റ് ഞങ്ങൾ ആകെ കൂടെ വിഷമിച്ച് പോയിട്ടുള്ളൊരു. അത് എത്ര നേരം എടുത്തു? അത് എക്സ്പ്ലാന്റ് മാത്രം എനിക്ക് തോന്നുന്നു 8 hours എടുത്തു തോന്നുന്നു. 6 to 8 hours. എവിടെ തൊട്ടാലും ബ്ലീഡിങ്ങും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. യു ഗൈസ് വർ ടു ഗുഡ്. താങ്ക് യു.